നമസ്കാരം, എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഞായറാഴ്ച മുതൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന BP അങ്ങാടി നേർച്ചയുടെ സുഗമമായ നടത്തിപ്പിന് കർശന നിർദ്ദേശങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളുമായി പോലീസ്. DJയുടെയും നാസിക് ഡോളിന്റെയും ഉപയോഗത്തിന് വിലക്ക്. ആനകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ക്രമസമാധാന പ്രശ്നങ്ങൾ തടയാൻ 18 കേന്ദ്രങ്ങളിൽ പിക്കറ്റ് പോസ്റ്റ് ഒരുക്കുന്നതായും പോലീസ്. നേർച്ച കമ്മിറ്റി ഭാരവാഹികളുടെയും പെട്ടിവരവ് കമ്മിറ്റി ഭാരവാഹികളുടെയും യോഗത്തിലാണ് പോലീസ് നിർദ്ദേശങ്ങൾ നൽകിയത്. തിരൂർ പോലീസ് സ്റ്റേഷനിൽ DYSP E ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. മൈക്ക് 10 മണി വരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോ അതിന്റെ പ്രവർത്തനം മാത്രമല്ല, ഈ മൈക്ക് പെർമിഷൻ എടുക്കാതെ 10 മണിയാണെങ്കിലും 11 മണിയാണെങ്കിലും അത് പ്രവർത്തിക്കണമെങ്കിൽ പെർമിഷൻ അത്യാവശ്യമാണ്. അക്ഷയ കേന്ദ്രത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് മൈക്ക് പെർമിഷൻ ആണെന്ന് പറഞ്ഞാൽ മതി. ഏത് ഹെഡിലാണ് ഇത് ഫീസ് അടയ്ക്കേണ്ടത് എന്നുള്ളതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ തന്നെ പറഞ്ഞു തരും ആ ഫീസ് അടയ്ക്കുക അതിനുള്ളത്. അതായത് ഈ 48 മണിക്കൂറിന് മുമ്പ് അക്ഷയയിൽ പോയിട്ട് അപേക്ഷിച്ചെങ്കിൽ മാത്രമേ അതിൽ കയറുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അതിൽ കയറില്ല. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആനയുമായിട്ട് വരുന്ന ആളുകൾ, ആനയുടെ ഫിറ്റ്നസ് നിങ്ങൾക്കറിയാം. ആന എന്ന് പറയുന്നത് ഒരു വന്യജീവിയാണ്. നമ്മുടെ നാട്ടുകാരുടെ ഒക്കെ കൂടെ, ചെണ്ടന്റെ കൂടെ ഒക്കെ ഒപ്പം നടക്കുന്നുണ്ടെങ്കിലും എപ്പോഴാ അതിന്റെ സ്വഭാവം മാറുന്നത് പറയാൻ പറ്റില്ല. മോട്ടോർ സൈക്കിളിനെ പോലെ തന്നെയാണ്. അത് എപ്പോഴാ ഒടിക്കുക വളയ്ക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എപ്പോ വേണമെങ്കിലും അത് തിരിഞ്ഞു കുത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തണം. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന്, വെറ്റിനറി ഡോക്ടർമാരിൽ നിന്നും അതിന്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തണം. ഇനി ആഘോഷം ആണ്, ആനയ്ക്കും ആഘോഷമാണ്, നമുക്കും ആഘോഷമാണ് എന്ന് കരുതി പാപ്പാൻ വല്ലാതെ ആഘോഷിക്കരുത്. പാപ്പാനെ ആഘോഷത്തിന് വിടരുത്. ആന ഫിറ്റ് ആയിരിക്കണം, പാപ്പാൻ ഫിറ്റ് ആവരുത്. അതായത് ചില ആനകളാണ് പാപ്പാനെ കൊണ്ടെടുക്കുന്നത്. പാപ്പാന് വഴിയറിയാതെ ആന പോകുന്ന വഴിയെ പാപ്പാൻ പോകുന്ന പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആനയുടെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തണം. വൈകുന്നേരമാണല്ലോ നിങ്ങൾ എഴുന്നള്ളിപ്പൊക്കെ, ഉച്ചയ്ക്കൊന്നുമില്ലല്ലോ. അപ്പൊ അത് കൺട്രോൾ ചെയ്താൽ മതി. ഈ DJ സിസ്റ്റം, നാസിക് ഡോൾ മുതലായവ നമ്മൾ അനുമതി കൊടുക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കമ്മിറ്റിക്കാർക്ക് പ്രശ്നമില്ല. ഇത് കൊണ്ടുവരുന്ന മൈക്ക് സെറ്റുകാരനും വണ്ടിക്കാരനും മാത്രമേ പ്രശ്നമുള്ളൂ. അവർ രണ്ടാളും കൂടെ കുടുങ്ങിക്കിടക്കും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വരവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ CI KJ ജിനേഷ് നൽകി. പെട്ടിവരവുകൾ സമയക്രമം പാലിക്കണമെന്നും വരവുകൾക്ക് നേതൃത്വം നൽകുന്നവർ മദ്യലഹരിയിലാകരുതെന്നും മദ്യപിച്ചെത്തുന്നവരെ വരവുകളിൽ പങ്കെടുപ്പിക്കരുതെന്നും CI നിർദ്ദേശിച്ചു. വരവുകളാണ് അതിന്റേതായിട്ടുള്ള പ്രത്യേകവും അതിന്റേതായിട്ടുള്ള ആളുകളും ഓരോ തരത്തിലുള്ള ആഘോഷങ്ങളും എന്റെ ടീമിലുണ്ടാകുന്ന ഐറ്റംസുകളായിരിക്കില്ല അടുത്ത ടീമിലുണ്ടാകാം. വ്യത്യസ്തമായിട്ടായി തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഓരോ പ്രോഗ്രാമുകൾ കാര്യങ്ങളുണ്ടാകാം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോ നേർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോ നമ്മുടെ പരിധി വിട്ടിട്ട് ചിലപ്പോ കഴിച്ച് പോകുന്ന നമ്മളാണെന്നില്ല, നമുക്ക് ഭാരവാഹികളാണ്. നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് സാധ്യതയില്ല. എന്ന് വെച്ചാൽ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ട ആളാണ്. നമ്മുടെ വരവിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ട ആളാണ്. ഒരിക്കലും നമ്മളെ കൺട്രോൾ ചെയ്യേണ്ട അവസ്ഥ വരാൻ പാടില്ല. അല്ലെ, ശരിയല്ലേ? നമ്മൾ വരവിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളാകുമ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് മറ്റൊരാളെ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പറഞ്ഞു പോകുന്നത് നമ്മളെല്ലാവരും നോർമലായിട്ട് വളരെ നല്ല രീതിയിൽ അടക്കും ചുറ്റിയോടും കൂടി വേണം നമ്മളുടെ വരവിനെ നമ്മൾ തുടങ്ങുന്ന സ്ഥലത്ത് നിന്നും നമ്മുടെ പള്ളി വരെയുള്ള, നമ്മുടെ ജാരം വരെയുള്ള സ്ഥലത്തേക്ക് എത്തിക്കേണ്ടതും അത് അവസാനിപ്പിക്കേണ്ടത് നിങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, സാധാരണ ഇപ്പൊ ക്ഷേത്രങ്ങളിലും ഇതിലും ഒന്നും ഇല്ലാത്ത ഒരു ഇതെന്ന് വെച്ചാൽ ശരിക്കും ഭാരവാഹികൾ വന്ന് സ്വീകരിച്ചിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അല്ലെ, ഓരോ വരവിനെയും നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് ഭാരവാഹികൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭാരവാഹികൾ വരുന്നു, സ്വീകരിച്ച് ആനയിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ പള്ളി മൈതാനത്തേക്ക് നമ്മൾ കയറുന്നത്. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പോകേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും ഓരോ സമയക്രമം തന്നിട്ടുണ്ട്. ഈ സമയക്രമം നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കാനായിട്ട് ശ്രമിക്കാം. സമയക്രമം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്നുവെച്ചാൽ ആ സമയത്തിന് നമ്മൾ ഒരാൾ വഴി ഒരു സമയക്രമം നമ്മൾ വ്യത്യാസം വരുമ്പോൾ അത് ബാക്കിയുള്ള പുറകിൽ വരുന്ന എല്ലാവരുടെയും സമയത്തിന് വ്യത്യാസം വരാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളൊരു സമയം ഓൾറെഡി എഴുതി തന്നിട്ടുണ്ടെങ്കിൽ ആയുധമായി ബന്ധപ്പെട്ടിട്ട് ആ സമയത്തിന് തന്നെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാല് നമ്മളെ വരവേൽക്കാനും മറ്റും ഭാരവാഹികളും ഉണ്ടായിരിക്കും. നേർച്ച നടത്തിപ്പിന് 10 നിർദ്ദേശങ്ങളാണ് പോലീസ് നൽകിയിട്ടുള്ളത്. ആനകളെ എഴുന്നള്ളിക്കുന്നതിന് നിയമപരമായ എല്ലാ രേഖകളും ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റോഡിൽ പടക്കം പൊട്ടിക്കുന്നതും കരിമരുന്ന് പ്രയോഗം നടത്തുന്നതിനും വിലക്കിയിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പോലീസ് സഹായം തേടണമെന്നും
പോലീസ് നടപടികളോട് സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. റോഡിന്റെ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്ത് പിഴ ചുമത്തും. ജാറം മൈതാനിയിലും പരിസരങ്ങളിലും CCTV സ്ഥാപിക്കാനും ആവശ്യപ്പെട്ടു. ആഘോഷ വരവുകളിൽ പലപ്പോഴും ക്രമസമാധാന പ്രശ്നങ്ങൾക്കിടയാക്കുന്നത് പ്രാദേശിക വാദമാണെന്ന് DYSP ചൂണ്ടിക്കാട്ടി. പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനെത്തുന്നവരെ മുൻകരുതൽ അറസ്റ്റിലൂടെ തടവിലാക്കുമെന്ന് DYSP വ്യക്തമാക്കി. അപ്പോ അവിടെ അൺകൺട്രോൾ ആയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ നിങ്ങള് പിടിച്ചു മാറ്റുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അത്തരം സാഹചര്യങ്ങളില് എല്ലാ നേരത്തെ കമ്മിറ്റിയുടെയും കൂടെ ആളുകളെ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പോലീസിനെ വിനിയോഗിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഏതെങ്കിലും ടീമിന്റെ കൂടെ പോലീസുകാരില്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 10-38ഓളം പിക്കറ്റ് പോസ്റ്റുകളിലായിട്ട് പോലീസിനെ നിർത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ ജംഗ്ഷനിലും പോലീസുകാർ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ കമ്മിറ്റിയിൽ നിങ്ങൾക്ക് അനിയന്ത്രിതമായിട്ട് തോന്നുന്ന ഒരാള് 1-2 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അവര് തമ്മില് പിന്നെ പ്രാദേശികമായിട്ട് കൂട്ടായിക്കാരെ തൊടാൻ നിങ്ങളാരടാ എന്ന് ചോദിച്ചിട്ട് ഓരോ ടീം ഉണ്ടാവും. പറവണ്ണക്കാരെ നിങ്ങളാരെ എന്ന് അല്ലേ. അപ്പൊ നമ്മൾ പ്രാദേശികവാദം ഇങ്ങോട്ട് ഉണരും. പറവണ്ണയ്ക്ക് വേണ്ടി നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല, കൂട്ടായിക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്തൊന്നുണ്ടാവില്ല. എന്നാലും നമ്മൾ ആ നാട്ടുകാരാണെന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, പ്രാദേശികവാദം അതിട്ട് വരും. അപ്പൊ ഈ ബന്ധുക്കളായിട്ട് വരുന്ന ആൾക്കാര് അങ്ങനെ അപ്പൊ നീ ആരടാ എടാ പോടാ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത് അതുമായിട്ട് അടി ഉണ്ടാകും. അപ്പൊ അത്തരം അടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് 1-2 ആളുകൾ മാത്രമായിരിക്കും ഒരു നേർച്ച കമ്മിറ്റിയിലാണെങ്കിലും ഒരു ഉത്സവപ്പറമ്പിലാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ആളുകളെ മാത്രം പെറുക്കിയെടുക്കുന്നതിന് കമ്മിറ്റിക്കാരായിട്ടുള്ള ആളുകൾ പോലീസിനെ കൊണ്ട് സഹകരിക്കണം. കാരണം നിങ്ങൾക്കും ഞങ്ങൾ അവനവിടെ പിടിച്ചുകൊടുത്തായിട്ട് തൂക്കി കൊല്ലാനൊന്നുമില്ല. പൂരം കഴിയുന്നത് വരെ നമ്മൾ പ്രിവെന്റീവ് അറസ്റ്റ്. ഇവിടെ അവൻ പൂരം ആഘോഷിക്കും. ഞങ്ങൾ പൊരിയും ഹലുവയുടെ പീസൊക്കെ കൂടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് ഇവിടെ നിന്ന് ആഘോഷിക്കുക, നിങ്ങൾ അവിടെ ആഘോഷിക്കുക. അപ്പൊ നിങ്ങൾക്കും സൗകര്യമായി, നമുക്കും സൗകര്യമായി. അല്ലെങ്കിൽ അതൊരു കൂട്ടടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. SI സുജിത്തും യോഗത്തിൽ പങ്കെടുത്തു. ഞായറാഴ്ചയാണ് നേർച്ചയുടെ കൊടിയേറ്റം. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി തിരൂരിന്റെ വിവിധ മേഖലകളിൽ നിന്നായി 30ലേറെ പെട്ടിവരവുകൾ നേർച്ചയ്ക്കെത്തും. ചൊവ്വാഴ്ച വാക്കാട് നിന്നുള്ള കമ്പക്കാരുടെ വരവ് വരെ ഇത് നീളും. കമ്പക്കാരുടെ വരവ് ജാറത്തിലെത്തുന്നതോടെ കമ്പം കത്തിക്കൽ നടക്കും. ഇതോടെയാണ് നേർച്ചയ്ക്ക് കൊടിയിറങ്ങുക. 3 ദിവസങ്ങളിലായി ആയിരക്കണക്കിന് ആളുകളാണ് നേർച്ചയ്ക്കെത്തുക. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.